അശ്വത് കേക്കാവോ? അശ്വത്. അശ്വത്. അശ്വത് കേക്കാവോ?
എന്തുവാ? ഹലോ, അതാണേ. അമ്മേ, അമ്മേ, എനിക്ക് മെസ്സേജ് ഇടാൻ പറ. കഥകട. ഹലോ, ശരിയായില്ലേ? അശ്വത്, ഹലോ ടീച്ചർ. ഇത് ഞാനിപ്പം ഓൾറെഡി ടോക്ക് ചെയ്യുന്നത് അശ്വത്തിന് കേൾക്കായിരുന്നു ആദ്യം. ഇല്ല, കേൾക്കുന്നില്ലായിരുന്നു, ഒന്നും കേൾക്കുന്നില്ല. അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ കേൾക്കുവോ? ടീച്ചർ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. അല്ലെ, പിന്നെ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഇപ്പൊ കറക്റ്റ് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയല്ലേ ആദ്യം ഇരുന്നത്? അല്ല, ജോയിൻ ഒരു കമ്പ്യൂട്ടർ ഓഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നേരത്തെ ഞെക്കിയില്ലായിരുന്നു, ഇപ്പൊ ഞെക്കി. ഓക്കെ. ദെൻ ഇത് റെസ്പോണ്ട് ചെയ്യുമ്പോഴേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ ഞാനുണ്ട്, സാറുണ്ട്, അശ്വത് ഉണ്ട്. അതിപ്പോ ആരോടാണെങ്കിലും റെസ്പോണ്ട് ചെയ്യുമ്പോ അതൊന്ന് നോക്കിയിട്ട് വേണം റെസ്പോണ്ട് ചെയ്യാൻ. ഇപ്പൊ ഞങ്ങള് എല്ലാരും പേരന്റിനെ പഠിപ്പിക്കുന്നത് ഇത് അങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോം അല്ലേ. അപ്പൊ നമ്മളെ വീട്ടിലിരിക്കുന്ന പോലെ അല്ല, അത് പബ്ലിക് ആയിട്ട് അത് ഓൺ ആണോ ഓഫ് ആണോ നോക്കിയിട്ട് വേണം കേട്ടോ റെസ്പോണ്ട് ഒക്കെ ചെയ്യാൻ. ഓക്കെ. ഓക്കെ. അശ്വത്, നമ്മള് ലാസ്റ്റ് നിർത്തിയത് എവിടെയായിരുന്നു ഓർമ്മയുണ്ടല്ലോ? അൽഗോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അവിടെ ഫാക്ടോറിയൽ മാഡം, മറ്റേ തിയറി ഇല്ലേ, ബേസിക് കാര്യം പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അൽഗോരിതം എത്തിയില്ലായിരുന്നു നമ്മള്? അൽഗോരിതത്തിന്റെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് വരെ പറഞ്ഞോളായിരുന്നു, വേറൊന്നും അത് കഴിഞ്ഞിട്ടൊന്നും വന്നില്ല. സ്യൂഡോ കോഡൊക്കെ പറഞ്ഞു? ഇല്ല, സീഡോ കോഡൊന്നും ഇതൊന്നും പറഞ്ഞില്ല. റാം റോം ഒക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു? റോമാ. കമ്പൈലർ ഇന്റർപ്രറ്റർ പറഞ്ഞു, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, ഇതല്ലേ പറഞ്ഞു നിർത്തിയേ? മാഡം, ഇവിടം വരെ ഒന്നും ആയില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, മറ്റേ അൽഗോരിതം പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. മാഡം, ഇച്ചിരി മേളിലോട്ടൊന്ന് കാണിച്ചേ. കമ്പൈലർ ഇന്റർപ്രറ്റർ അതൊക്കെ പറഞ്ഞത്. മാഡം, ഇച്ചിരി മേളിലോട്ടൊന്ന് ആക്കിയേ. ഇത് വേറെ നോട്ടാണേ, കഴിഞ്ഞ ദിവസത്തെ നോട്ടല്ല. അല്ലല്ല, ഓക്കെ. ആണ്. ഇത് കറക്റ്റ് നമ്മുടെ നോട്ട്സ് ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. ഇത് കുറച്ച് വൈഡ് ആയിരുന്നു. ഇത് നമ്മൾ പക്ക ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഫ്ലോ അല്ലെ, അൽഗോരിതം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു അല്ലെ? ഒരു പ്രോഗ്രാം പറഞ്ഞായിരുന്നു തോന്നുന്നു അൽഗോരിതം. അപ്പൊ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം എന്താ? ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് representation of the solution of the problem
represented in English like languages. Already ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഈ സിമ്പിൾ വേയിൽ എഴുതുന്ന ഒരു ഇതാണ് കോൺസെപ്റ്റ് ആണ് അൽഗോരിതം എന്ന് പറയുക. നോർമലി ഒരു ഡീറ്റെയിൽഡ് അൽഗോരിതം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫുൾ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. നോർമൽ കേസിൽ അത് എപ്പോഴും ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു വേയിലായിരിക്കും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ക്ലീൻ ആൻഡ് ആംബിഗസ് ആയിരിക്കും, വെൽ ഡിഫൈൻഡ് ആയിരിക്കും, വെൽ ഡിഫൈൻഡ് ഔട്ട്പുട്ട്സ് ഉണ്ടായിരിക്കും, ഫൈനൈറ്റ്നെസ് ഉണ്ടായിരിക്കും, ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇതൊക്കെ കോമൺലി അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇനി ഇത് ഫ്ലോ ചാർട്ട് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അൽഗോരിതത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്ന്, സ്റ്റാർട്ടും സ്റ്റോപ്പും നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആണ് ആ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഇത് നമ്മൾ നോർമലി ഒരു സ്റ്റാർട്ടും സ്റ്റോപ്പും, ഒരു ഫ്ലോ ചാർട്ടിന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും നമുക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യാം. ഇനി റീഡും പ്രിന്റും നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം. പ്രോസസിംഗ് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഇങ്ങനെ റെക്ടാംഗിൾ കൊടുക്കാം. കണ്ടീഷണൽ ചെക്കിംഗ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ, ബാലൗത്തിന്റെ ഷേപ്പിൽ നമുക്ക് കൊടുക്കാം. ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണെങ്കിൽ നമ്മൾ ആരോ വെച്ച് കൊടുക്കും. കണക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ലോങ്ങർ ഫ്ലോ ചാർട്ട് കൊടുക്കുന്നൊക്കെ പോലെ തന്നെ ഓവൽ ഷേപ്പിലെ ഒരു ഷേപ്പാണ് നമ്മൾ കണക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇത്രയാണ് ഇതിനകത്ത് ലോങ്ങർ ഫ്ലോ ചാർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് ഒരു സിമ്പിൾ സ്റ്റെപ്പിലൂടെ നമുക്ക് നോക്കാം. ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ ഡ്രോ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും ഒരു അൽഗോരിതം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുക, അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് നമ്മൾ കൊടുക്കുമ്പോൾ സ്റ്റാർട്ടും സ്റ്റോപ്പും മസ്റ്റ് ആയിട്ടും വേണം. എന്താണ്? സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മസ്റ്റ് ആണ്. അപ്പൊ സ്റ്റാർട്ട് കൊടുക്കുക, സ്റ്റോപ്പ് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? സ്റ്റാർട്ട് എപ്പോഴും സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലും സ്റ്റോപ്പ് എപ്പോഴും ലാസ്റ്റേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ റീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു പാരലോഗ്രാം യൂസ് ചെയ്ത് വരയ്ക്കാൻ പാടുള്ളൂ. അതായത് ഇങ്ങനെ ചെരിച്ചുള്ള റെക്ടാംഗിളിന്റെ ഒക്കെ ചെരിച്ചുള്ള രൂപം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്ന കാര്യങ്ങൾ വരയ്ക്കാൻ പാടുള്ളൂ. റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വാല്യൂവിന് നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റീഡിംഗ് ആണ്. ഇങ്ങോട്ട് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റീഡിംഗ് ആണ്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഷേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. കണ്ടീഷൻ എപ്പോഴും ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിലെ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. കണ്ടല്ലോ? ഈ ഫ്ലോ ചാർട്ട് എപ്പോഴും ഇങ്ങനെ പടം വരച്ച് വരയ്ക്കുന്നതാണോ? അതെ അതെ, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഫിഗറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പ്രോഗ്രാം അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ഇല്ലേ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനത്തെ. നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് ഓൾറെഡി സിമ്പിൾ ആയിട്ട് പ്രോഗ്രാംസ് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ എന്നല്ല പറഞ്ഞു. ഇങ്ങനെ കോഡ് മാത്രമേ എഴുതാനുള്ള മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പഠിപ്പിച്ചില്ല. കോഡ് മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കോഡ് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഒരു കോഡ് എഴുതാൻ പറയത്തില്ലേ, അതുപോലെ. ഓക്കെ, അത് മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ നമ്മള് തിയറി എങ്ങനെയാണ്? പരീക്ഷയ്ക്കൊന്നും തിയറി ആയിട്ട് അങ്ങനെ ചോദിച്ചില്ല. ഇങ്ങനെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനും പ്രോഗ്രാം എഴുതാനും കോഡ് എഴുതാനും. ഓക്കെ, നമുക്ക് അങ്ങനെ നോക്കിപ്പോ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ആ മൊഡ്യൂൾസിലെ ടോപ്പിക്സ് വൈസ് പ്രോഗ്രാം പറയാം കേട്ടോ. ഓക്കെ. ഇതിൽ ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം സോൾവിങ്, കമ്പ്യൂട്ടേഷൻ, എക്സ്പ്രഷൻസ്, ലോജിക്കൽ, ഇത് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ്, അനാലിസിസ്, പ്രോബ്ലം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. സ്യൂഡോ ടൈപ്പ് ഓഫ് കമ്പൈലേഴ്സ്, ഇന്റർപ്രറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി മൊഡ്യൂൾ 2-നകത്ത് ഇപ്പൊ നമ്മൾ ഡേറ്റ ടൈപ്പ്, കോൺസ്റ്റന്റുകൾ, വേരിയബിൾ, ഐഡന്റിഫയേഴ്സ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. റെപ്രസെന്റേഷൻസ്. ഇനി ഇതിനകത്ത് ഞാൻ പറയാം, ഈ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? ഗെറ്റ് ക്യാരക്ടർ, പുട്ട് ക്യാരക്ടർ, സ്കാൻഎഫ്, പ്രിന്റ്എഫ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇതില് നമ്മൾ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിംഗ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നതിന് ഹെഡർ ഫയൽസുകൾ കൊടുക്കും അല്ലെ? ഹെഡർ ഫയൽസുകൾ കൊടുക്കും. സെക്കൻഡ് കേസിൽ എന്താ കൊടുക്കുന്നത്? സെക്കൻഡ് ഹെഡർ ഫയൽസുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കൊടുക്കും? മെയിൻ ഫംഗ്ഷൻ കൊടുക്കും അല്ലെ? ഇനി ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാ? ഇൻപുട്ട് യെസ്, ഇന്റിജർ ആയിട്ടുള്ള വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് വേരിയബിൾസ് കൊടുക്കും അല്ലെ? ഇനി അതുപോലെ തന്നെ നമ്മൾ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അത് കൊടുക്കും, അറേസ് ആണെങ്കിൽ അത് കൊടുക്കും, അങ്ങനെ കൊടുക്കും. അപ്പൊ ഇതിനകത്ത് ഓരോന്നും ഞാൻ പറയാം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഗെറ്റ് ക്യാരക്ടർ.
ഇതില് ഇൻപുട്ട് എന്ന് പറയുന്നതും ഔട്ട്പുട്ടും നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറെ കീവേഡുകൾ എഴുതി തന്നിരിക്കുന്നത്. ഗെറ്റ് ക്യാരക്ടർ, പുട്ട് ക്യാരക്ടർ, മേഡം അത് കാണുന്നില്ല. ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റേ ഒരു minute. ഫ്ലോ ചാർട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കാണാവോ? ഇല്ല മേഡം, അത് തന്നെ ഇരിക്കുക. ഇപ്പൊ കാണാം. ഇതിൽ ഇത് കണ്ടോ, ഗെറ്റ് ക്യാരക്ടർ. അതായത് ഗെറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കും നമ്മൾ പുട്ട് ക്യാർ, ഗെറ്റ് ക്യാർ. ഇത് രണ്ടും നമ്മൾ ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യുന്നതിനും ഇൻപുട്ട് ചെയ്യുന്നതിനും ആക്സസ് ചെയ്തെടുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന. പിന്നെ സ്കാനഫ്, പ്രിന്റ്എഫും സ്കാനഫും. പ്രിന്റ്എഫ് എന്തിനു വേണ്ടിയാ? നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ അതേപോലെ പ്രിന്റ് ചെയ്യാനാണ്. എൻഡർ ദ ഫസ്റ്റ് നമ്പർ, എൻഡർ ദ സെക്കൻഡ് നമ്പർ എന്ന് നമ്മൾ പ്രിന്റ്എഫിലാണ് കൊടുക്കുന്നത്. പ്രിന്റ്എഫ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ട് എൻഡർ ദ ഫസ്റ്റ് നമ്പർ, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് സെമിക്കോളം കൊടുക്കും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതേ രീതിയിൽ ഔട്ട്പുട്ട് നമുക്ക് വരും. അങ്ങനെ ഔട്ട്പുട്ട് വരും. അന്നേരം നമ്മൾ ഒരു ഇൻപുട്ട്, ഒരു നമ്പറിനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് വരും. അപ്പൊ അതിനും ഒരു ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. അതല്ല, ആ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ. പക്ഷെ സ്കാനഫിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ല പ്രിന്റ്എഫ് കൊടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് അതേപോലെ പ്രിന്റ് ചെയ്തിട്ട്. സ്കാനഫില് ആ കൊടുക്കുന്ന പ്രിന്റ്എഫ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ, വാല്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്കാനഫ്. പ്രിന്റ്എഫ് പിന്നെ സ്കാനഫ് കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ അത് ഫസ്റ്റ് നമ്പർ, അപ്പൊ ഞാൻ സ്കാനഫിൽ എന്ത് കൊടുക്കും? ആംപർസാൻഡ് എ അല്ലെ, അങ്ങനെ കൊടുക്കത്തില്ലേ? ഇതാണ് ആംപർസാൻഡ് എ. അത് കൊടുക്കുന്നതാണ് സ്കാനഫ് എന്ന് വെച്ചാൽ അഡ്രസ് ഓഫ് ദ വേരിയബിൾ അവിടെ നമ്മൾ കൊടുക്കുന്നത്. അഡ്രസ് ഓഫ് ദ വേരിയബിൾ. പിന്നെ ഉള്ളത് നമ്മൾ കൊടുക്കുന്നതാണ് ഗെറ്റ്സ്, പുട്സ്. ഇത് നമ്മൾ സ്ട്രിങ്ങുകളെയൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗെറ്റ്സ് ആൻഡ് പുട്സ് എന്ന് പറയുന്നത്. ഗെറ്റ്സ്, പുട്സ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു, പ്രോഗ്രാം തരാം അത് വെച്ചിട്ടുള്ളത്. ഇനി ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ മെയിൻ ഫങ്ഷൻസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, വോയിഡ് മെയിൻ ഒരു ഫങ്ഷൻ ആണ് അല്ലെ, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ സി പ്രോഗ്രാമിംഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബേസസ്. അതായത് ഇപ്പം നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിലെല്ലാം ഇതുണ്ടോ, ഓപ്പറേറ്റേഴ്സും അതിന്റെ എക്സ്പ്രഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എൽസിഫ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു സിമ്പിൾ വേയിൽ നമ്മൾ അതിന്റെ എന്താണ്, ഞാനത് എക്സ്പ്രസ് ചെയ്ത് ഓരോന്നും പ്രോഗ്രാം ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നോക്കാം. ഞാനൊരു സ്ക്രീൻ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ എന്ന് പറയണേ. കാണാവുള്ളൂ? കാണത്തില്ല, മണ്ണോട്ടിന്റെ ഒരു പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ സംഭവം കൂടി 2-നകത്ത് സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് നമുക്ക് പറഞ്ഞു. അപ്പൊ ഈ സി പ്രോഗ്രാമിംഗിൽ നമ്മൾ ഒരു സിമ്പിൾ കേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു അരിത്തമാറ്റിക് ഓപ്പറേഷൻസിന്റെ ഒരു പ്രോഗ്രാം കൊടുക്കണം. ഓക്കെ, അരിത്തമാറ്റിക് ഓപ്പറേഷൻസിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് കൊടുക്കണം, അല്ലെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? മാത്തമാറ്റിക് ഓപ്പറേഷൻസിന്റെ പ്രോഗ്രാം നമ്മൾ എങ്ങനെ, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് യൂസ് ചെയ്യുന്നത് സി പ്രോഗ്രാം? ഓക്കെ, കേൾക്കാം. അപ്പൊ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഹെഡർ ഫയൽ കൊടുക്കും അല്ലെ, ഹാഷ് ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് stdio.h കൊടുക്കും അല്ലെ. ഇല്ല, ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ ഫുൾ, അതായത് നമുക്കിപ്പം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇങ്ങനെ ഒരു 5 ഓപ്പറേഷൻസ് കൊടുക്കണ്ടേന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഈ സി പ്രോഗ്രാമിംഗിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയൽ കൊടുക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ആദ്യം ചെയ്യേണ്ട ഹാഷ് ഇൻക്ലൂഡ് iostream.h ഇടും. ഹാഷ് ഇൻക്ലൂഡ് iostream വേണ്ട, stdio.h. iostream നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനമാണ് iostream.h. അപ്പൊ ഇങ്ങനെ കൊടുക്കും. അന്ന് കഴിഞ്ഞിട്ട് നമ്മൾ stdio. കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റ് മെയിൻ കൊടുക്കും അല്ലെ. മെയിൻ കൊടുക്കും, ഫംഗ്ഷൻ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഈ സാധനമാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഈ സാധനമാണ്. അതായത് ഇതിനെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയും. മെയിൻ ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ പേര് എന്നാ, മെയിൻ ആയതുകൊണ്ടാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്ന്. മെയിൻ എല്ലാ പ്രോഗ്രാമിങ്ങിലും മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം, മസ്റ്റ് ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിയില് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പൈത്തണിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ നിർബന്ധമേ അല്ല, നമുക്ക് തോന്നുന്ന പോലെ പ്രോഗ്രാം ചെയ്തെടുക്കാം. പക്ഷെ സി പ്രോഗ്രാമിങ്ങിന് അങ്ങനെ പറ്റില്ല. മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. മെയിനോട് കാര്യം പറഞ്ഞാലേ നമുക്ക് ആ പ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. മെയിൻ അറിയാത്ത ഒരു വേരിയബിൾ പോലും
നമുക്ക് സി പ്രോഗ്രാമിൽ റൺ ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായല്ലോ? നമ്മൾ എത്ര വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും അത് മെയിനുള്ളിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് മാത്രമേ നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വേറൊരു കേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. മെയിൻ ഫംഗ്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാ? ഇന്റ് മെയിൻ അങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞ് ബ്രാക്കറ്റുകൾ രണ്ടും കൊടുത്തു. വേണമെങ്കിൽ ഒന്ന് കമ്പൈലർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു. എന്നിട്ട് ഇന്റീജർ ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഒരു 3 വേരിയബിൾ. ഇപ്പൊ ഞാൻ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻപുട്ട് വേണമെങ്കിൽ ഞാൻ കൊടുത്തും നമുക്ക് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തുവാ? write a program to read arithmetic operations എന്നാണ്. read two numbers using arithmetic operation. write a program to read 2 numbers with the using. അപ്പൊ നമ്മൾ എങ്ങനെ അറിയാം എത്ര വേരിയബിൾ കൊടുക്കണമെന്ന്? ഞാൻ പറയട്ടെ, നമുക്കൊരു ഫസ്റ്റ് ഇപ്പൊ ഒരു പ്രോഗ്രാം കാണുമ്പോ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോ നമുക്ക് നമ്മളോട് ഇപ്പൊ പറയാണ് ഡെമോൺസ്ട്രേറ്റ് ഓർ റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ സം അല്ലെങ്കിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് യൂസിങ് ഇന്ന വേരിയബിൾ നിന്ന് തരില്ല നമ്മളോട്, അല്ല അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഇങ്ങനെയാണ് തരുന്നത്. അപ്പൊ നമുക്ക് ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. കോമൺലി ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഏതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യണം എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതില് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് ഒരു 6-7 ഉണ്ട്. 6-7 ടൈപ്പ് ഉണ്ട്. അതായത് അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മോഡുലോ ഉണ്ട്, എക്സ്പോണന്റ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഉണ്ട്. ഇതില് മിനിമം നമ്മൾ 5 ഓപ്പറേഷൻ എങ്കിലും പെർഫോം ചെയ്തിരിക്കണം. അതായത് നമ്മുടെ കാൽക്കുലേറ്റർ എങ്ങനെയാ? അഡീഷൻ ചെയ്യും, സബ്ട്രാക്ഷൻ ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, ഡിവിഷൻ ചെയ്യും, അല്ലെ, മോഡുലോ ചെയ്യും, റിമൈൻഡർ എടുക്കും. ഇത്രയും 5 ബേസിക് ഓപ്പറേഷൻസ് ആണ് ഈ കാൽക്കുലേറ്റർ. ഇതാണ് ശരിക്കും അരിത്തമാറ്റിക് ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി എല്ലാം എക്സ്ട്രായാ. ബാക്കി ഇപ്പൊ എക്സ്പോണന്റ് കാണണമെങ്കിൽ, സ്ക്വയർ കാണണമെങ്കിൽ അതൊക്കെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന കാര്യമാണ്. അതൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളോട് ഇപ്പൊ ക്വസ്റ്റ്യൻ തരുവാണ് അരിത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ അത് മസ്റ്റ് അല്ല. മനസ്സിലായല്ലോ? ഈ 5 കാര്യങ്ങൾ പക്ഷേ മസ്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 4 ഓപ്പറേഷൻ എങ്കിലും ചെയ്തിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത്രയും മസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓപ്പറേഷൻ 4 പെർഫോം ചെയ്യാൻ വേണ്ടി 2 വേരിയബിൾ കൊടുക്കണം. ഒറ്റ വേരിയബിൾ ഇട്ട് നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 വേരിയബിൾസ് ഇട്ടേ നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? 2 വാല്യൂ വേണ്ടേ ആഡ് ചെയ്യണമെങ്കിൽ? അതെ, മിനിമം 2 വേരിയബിൾ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് മിനിമം 2 വേരിയബിൾ വെച്ച് ചെയ്യുക. മാക്സിമം നമുക്ക് എത്ര വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. അത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പം ഒരു സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഡിഫിക്കൽട്ട്, ഇപ്പൊ 3 വേരിയബിൾ കൊടുത്താൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സിംപ്ലി ഒരു കേസ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് തന്നെ, ഇപ്പൊ എനിക്ക് സബ്ട്രാക്ഷൻ അഡീഷൻ ചെയ്യുമ്പോൾ ഓക്കെ, എനിക്ക് 5 + 2 + 6 ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി അങ്ങ് ചെയ്താൽ മതി. പക്ഷെ പ്രോഗ്രാമിൽ വരുമ്പോൾ A + B + C ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ A - B ചെയ്തിട്ട് വേണം പിന്നെ -C ചെയ്യാൻ. കണ്ടോ? 3 വേരിയബിൾ ഉണ്ടെങ്കിൽ ഈ ആദ്യം ഒരു ബ്രാക്കറ്റ് ഇവിടെ കൊടുത്താലേ ഈ പ്രോഗ്രാം വർക്ക് ആവത്തുള്ളൂ. ചുമ്മാ A - B - C എന്ന് കൊടുത്താൽ വർക്ക് ആവത്തില്ല. മനസ്സിലായോ? 2 ആൻസർ ആയിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ഈ 3 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 വേരിയബിൾ 3 നമ്പേഴ്സ് ഒക്കെ വെച്ച് ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ 2 വേരിയബിൾസ് വെച്ച് മാക്സിമം എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഈ പ്രോഗ്രാമിനെ ഫസ്റ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായാൽ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഇപ്പൊ ഫസ്റ്റ് ടൈം ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അത് നമുക്കറിയാലോ, നമുക്ക് അത്രമാത്രം കുറച്ച് ഹാർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. ബട്ട് അത് യൂസ് ചെയ്തത് കംഫർട്ടബിൾ ആവും നമുക്ക്. അപ്പൊ അങ്ങനെ ചിന്തിക്കുക. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ 2 ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ 2 വേരിയബിളുകൾ ആദ്യം കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് അശ്വത്, ബിക്കോസ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഒരു ഇന്റിജർ വേരിയബിൾ കൊടുത്തിട്ടുള്ള ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻ എനിക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് എനിക്കത് ഇന്റിജർ ആണെന്ന് വേണ്ട, എനിക്ക് ഫ്ലോട്ട് വെച്ചിട്ടുള്ളത് ചെയ്യാം. എനിക്കിപ്പോ ഫ്ലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഫ്ലോട്ട് എന്ന വാല്യൂ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ എനിക്ക് 10.5 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഒരു ഇന്റിജറിന് ഞാൻ കൊടുത്താൽ എനിക്ക് ഈ 10 മാത്രമേ സിസ്റ്റം എടുക്കത്തുള്ളൂ, 0.5 എടുക്കത്തില്ല. ഞാൻ B കൊടുത്തു, B = 20.6 എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇന്റിജർ ആയിട്ട് ആ വാല്യൂ കൊടുത്താൽ A യുടെ വാല്യൂ സിസ്റ്റം 10 എന്നും
ബിയുടെ ഉം. വാല്യൂ 20 എന്നുവേ എടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ 30 ഉം. ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായോ? ആ. പക്ഷേ നമുക്ക് എക്സാക്ട് വാല്യൂ കിട്ടണമെങ്കിൽ എനിക്കിപ്പോ പോയിന്റഡ് സംഖ്യ വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഞാൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലോട്ട് ആയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? സിസ്റ്റം ആക്സസ് ചെയ്യണമെങ്കിൽ എപ്പോഴും കീവേഡ് വേണം. എന്ന് വെച്ചാൽ ഈ എ എന്താണെന്ന് സിസ്റ്റത്തിന് അറിയില്ല. നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് എനെ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ആ ഓക്കെ. അങ്ങനെ വരുമ്പോ അതിനകത്ത് ഫ്ലോട്ട് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ. ക്ലിയർ ഓക്കെ. ആയല്ലോ അല്ലെ? ആ. ഓക്കെ. അപ്പൊ അത് ഓക്കെ അല്ലേ? ആ. ഇനി നെക്സ്റ്റ് ഈ സംഭവം ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ ഒന്നെങ്കിൽ നമുക്ക് ഇന്റിജർ ആയിട്ട് ഞാനിപ്പോ 2 വേരിയബിള് ഇന്റ് എ കൊടുത്തു, ബിന്ന് കൊടുത്തു. പിന്നെ ഉം. എനിക്ക് സമ്മ് കാണണമെങ്കിൽ ഞാൻ സമ്മെന്ന് കൊടുത്തു. അടുത്തത് പിന്നെ എനിക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടേണ്ട വാല്യൂ സബ് എന്ന് കൊടുത്തു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടേണ്ട വാല്യൂ മള്ളെന്ന് കൊടുത്തു. മോഡുലോ എടുത്ത് കിട്ടേണ്ടത് മോഡെന്ന് കൊടുത്തു. പിന്നെ ഡിവിഷൻ ചെയ്ത് കിട്ടേണ്ട ഡിവ് എന്ന് കൊടുത്തു. ഇത്രയും വേരിയബിൾ എനിക്ക് ആദ്യം കൊടുക്കണം. ആ. ഓക്കെ. മനസ്സിലായില്ലേ? ഇന്റിജർ ആയിട്ട് എന്തൊക്കെ കൊടുക്കണം? എ കൊടുക്കണം, ബി കൊടുക്കണം, സമ്മ് കൊടുക്കണം, സബ് കൊടുക്കണം, മള്ളു കൊടുക്കണം, മോഡ് കൊടുക്കണം, ഡിവ് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇതിൽ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ 2 വാല്യൂ, അതായത് നമ്പർ കൊടുക്കാൻ വേണ്ടി ഞാൻ എയും ബിയും കൊടുത്തേക്കണം. ആ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരാൻ വേണ്ടിയാണ് സമ്മ് കൊടുത്തേക്കുന്നത്. ആ. ഇതിന്റെ സബ്ട്രാക്ഷൻ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് സബ് കൊടുത്തേക്കുന്നത്. ആ. പിന്നെ ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ മള്ളു കൊടുത്തു. ഓക്കെ. ഇതിന്റെ മോഡുലസ് എടുക്കാൻ വേണ്ടി നമ്മൾ മോഡ് കൊടുത്തു. ആ. ഉണ്ടല്ലോ? ഇതിന്റെ ആ. ഡിവിഷൻ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഡിവും കൊടുത്തു. നമ്മുടെ മുന്നിൽ എപ്പോഴും നമ്മുടെ ഓപ്പറേഷൻസ് ഉണ്ടാവണം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അത് ഉണ്ടാവണം. എന്തൊക്കെ വെച്ചാണ് ചെയ്യുന്നത്? 2 നമ്പർ വെച്ചാണ് ചെയ്യുന്നത്. 2 നമ്പർ വെച്ച് ആഡ് ചെയ്ത് നമ്മൾ വാല്യൂ വെച്ചു. അത് ഒരു വേരിയബിളിലേക്ക് കൊടുത്താലേ സിസ്റ്റം അതിനെ സ്റ്റോർ ചെയ്ത് നമുക്ക് എടുത്ത് തരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എല്ലാത്തിനും ഒരേ വേരിയബിൾ കൊണ്ടുവെക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അത്രയും ആദ്യം നമ്മൾ ചെയ്ത് വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആദ്യം ഹെഡർ ഫയൽ കൊടുത്തു, മെയിൻ കൊടുത്തു, വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് മെത്തേഡ്. ഇനി വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ 2 മാർഗമുണ്ട്. ഒന്ന് ഇന്റിജർ ആയിട്ട് ഞാൻ a = 10, b = 20 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ. സെക്കൻഡ് വേ എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ്എഫും സ്കാൻഎഫും വെച്ച് യൂസർ ഇൻപുട്ട് കൊടുക്കാം. അത് അങ്ങനെ വേണം ചെയ്ത് പഠിക്കാൻ. ഒരിക്കലും ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ അസൈൻ ചെയ്തൊന്നും സിമ്പിൾ ആയിട്ട് കൊടുത്ത് പഠിക്കരുത്. അത് പിന്നെ നമ്മൾ ലാബ് എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ പ്രിന്റ്എഫില് ആദ്യത്തെ കേസിൽ നമ്മൾ പ്രിന്റ്എഫ് ഇവിടെ എയും ബി എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇത് റോങ് ആയിട്ടാണ്. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് കടഞ്ഞേക്കുക. ഇതൊന്നും നമ്മൾ മനസ്സിൽ വെക്കണ്ട. ഇത് ഇങ്ങനെ കടന്നോട്ടെ. ഇന്റിജർ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഈ സ്റ്റെപ്പ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹെഡർ, പിന്നെ മെയിന്, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്. ഇത്രയേ ഉള്ളൂ. അത് 3 സ്റ്റെപ്പുകളായി. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വാല്യൂസ് എല്ലാം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിന്റ്എഫ് കൊടുക്കണം. അപ്പൊ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പ്രിന്റ്എഫ് കൊടുത്തു. പ്രിന്റ്എഫ് ഡബിൾ കോഡ്സിൽ എന്റർ ദ ഫസ്റ്റ് നമ്പർ, എന്റർ ദ ഫസ്റ്റ് നമ്പർ. ക്ലിയർ ആയല്ലോ? എന്റർ ദ ഫസ്റ്റ് നമ്പർ ഇങ്ങനെ കൊടുത്തു. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് കൊടുത്തു. അതിന് സ്കാൻഎഫില് എന്ത് കൊടുത്തു? പെർസെന്റേജ് ഡി കൊടുക്കണം. ഡബിൾ കോഡ്സ് പെർസെന്റേജ് ഡി കൊടുത്തിട്ട് കോമ ആംപർസാൻഡ് എ ഉണ്ടല്ലോ. പിന്നെ പ്രിന്റ്എഫ് കൊടുത്തു. അടുത്ത പ്രിന്റ്എഫ് കൊടുത്തു. പിന്നെ എന്റർ ദ സെക്കൻഡ് നമ്പർ. ചെയ്യുന്നുണ്ടോ? സെക്കൻഡ് നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്കാൻഎഫ് കൊടുത്തു. പെർസെന്റേജ് ഡി കോമ ആംപർസാൻഡ് ബി. ഇത്രയും സ്റ്റെപ്പിൽ ഈ 2 എഴുതിയ സ്റ്റെപ്പിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഴുതിയേക്കണേലോ, കൊടുക്കുന്നതിലോ എടുക്കുന്നതിലോ എല്ലാം ഡൗട്ട് എന്തുകൊണ്ടാ? അത് പെർസെന്റേജ് ഡി അല്ലെ മോഡുലോ ഡി ആണ്. അതെന്തിനാണ്? ഒരു സ്പേസ് അലോക്കേഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. അതായത് ഇത് വെറും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം. പ്രിന്റ്എഫ് എന്ന് പറഞ്ഞ എന്റർ ദ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കിപ്പോ ഞാൻ സിമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ സി പ്രോഗ്രാമിംഗ് എടുക്കുവാണേ. ഞാനിപ്പം ഇങ്ങനെ എനിക്ക് ഔട്ട്പുട്ട് കാണാൻ നേരത്തെ ഔട്ട്പുട്ട് വിൻഡോ വരും. എന്റർ ദ ഫസ്റ്റ് നമ്പർ
ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം എനിക്ക് പ്രിന്റ് ചെയ്തു ഒരു ഔട്ട്പുട്ട് ആട്ടോ. ഇത് ഔട്ട്പുട്ട് വിൻഡോ ആണെന്ന് വിചാരിക്കുക. ഒരു ബ്ലാക്ക് വിൻഡോ വന്നു, ഞാൻ അതിനകത്ത് ഇങ്ങനെ കൊടുത്തു. അപ്പൊ എന്റെ അടുത്ത് ഫസ്റ്റ് നമ്പർ എനിക്ക് വരും. ഇത് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വന്നതാ. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പ്രിന്റ് ചെയ്ത് വരുന്നതാണ് ഇത്. കണ്ടല്ലോ. ഇനി ഇവിടെ എനിക്കൊരു നമ്പർ കൊടുക്കാൻ പറ്റണ്ടേ? ഞാൻ എന്റെ അടുത്ത് ഫസ്റ്റ് നമ്പറിന് കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ വേരിയബിൾ എനിക്ക് 10 കൊടുക്കാൻ പറ്റണ്ടേ? ആ 10 കൊടുക്കാൻ പറ്റണമെങ്കിൽ ഒരു സ്പേസ് വേണം. അവിടെ നമ്മൾ ഒരു സ്പേസ് പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ടാവണം. ആ പ്രോഗ്രാമിന്റെ സ്പേസ് ആണ് ഇത് %d. ഇത് മോഡുലോ ഡി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? എന്ന് വെച്ചാൽ ഒരു ഡെസിമൽ പ്ലേസ് നമ്മൾ അലോക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് %d. ഇനി ഫ്ലോട്ട് ആണെങ്കിൽ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണെങ്കിൽ %f കൊടുക്കും. %c എന്ന് പറഞ്ഞാൽ ക്യാരക്ടറുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ %c കൊടുക്കും. അങ്ങനെ പല ലോങ് ഇൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കും i+4j. ഇത് കൊടുത്താൽ കോംപ്ലക്സ് നമ്പറുകളൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ പല പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. അതില് %d എന്ന് പറഞ്ഞാൽ കോമൺ, ഏത് വേരിയബിളിന്റെ ഡെസിമൽ പോയിന്റിലും ഒക്കെ ആയിട്ടുള്ള വാല്യൂസിനെ ആക്സസ് ചെയ്തോളും. %d കൊടുക്കാം. ആംപർസാൻഡ് എ എന്ന് പറഞ്ഞാൽ അഡ്രസ് ആണ്. എ എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ആണ് ആംപർസാൻഡ്. അതായത് ആ നമ്പർ പോകേണ്ടത് ആരിലേക്കാ? എയിലേക്ക് പോകണം. കറക്റ്റ് എയിലേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് എയുടെ അഡ്രസ് അവിടെ നമ്മൾ പേര് കൊടുത്തു. ഇപ്പൊ നമുക്കൊരു ലെറ്റർ വരണമെങ്കിൽ, നമുക്ക് കറക്റ്റ് നമ്മുടെ പേരിൽ വരണമെങ്കിൽ നമുക്ക് എക്സാക്ട് ഒരു ഇതുണ്ടല്ലോ, അഡ്രസ് ഉണ്ടല്ലോ, അതിന്റെ ബേസിലല്ലേ വരത്തുള്ളൂ അല്ലെ? അതേപോലെ വേരിയബിളിന്റെ അഡ്രസ് ആണ് ആംപർസാൻഡ്. ഓക്കെ. അപ്പൊ 2 വേരിയബിൾ ഉള്ളതുകൊണ്ട് 2 വേരിയബിളിന് സെപ്പറേറ്റ് അഡ്രസ് ഉണ്ട്. 2 വേരിയബിൾ പോവുകയും ചെയ്യണം, ഇട്ട് കൊടുക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ഉപയോഗം. ഇനിയിപ്പം നിങ്ങൾ സാധാരണ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ല, സാധാരണ ഈ സ്കാൻഎഫ് ചിലപ്പം നമ്മളിപ്പോ ഉപയോഗിക്കാറില്ല. സാധാരണ ഓൺലൈൻ കമ്പൈലർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതിയാലും മതി. പ്രിന്റ്എഫിൽ ഉണ്ടോ? പ്രിന്റ്എഫ് ഞാൻ ഒരു ഇതും കൂടെ പറയുകയാണ്. ചിലത് a is %d ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് b is %d. എന്നിട്ട് ഒരു /n കൊടുക്കുക. ന്യൂ ലൈനിലേക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വരണം. എന്നിട്ട് a, b ഇങ്ങനെയും കൊടുത്താലും മതി. ഇതൊരു സിമ്പിൾ, ഇങ്ങനെയും യൂസ് ചെയ്യണം. ഇപ്പൊ ഒറ്റയടിക്ക് എയും ബിയും നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നടുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് %d ലാസ്റ്റ് കൊടുത്താൽ, അല്ല ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് a, b എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ കോമൺലി ഇതാണ് യൂസ് ചെയ്യുക. ഇതിപ്പം ജസ്റ്റ് ഫസ്റ്റ് ടൈം പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഇപ്പൊ ഞാൻ അവിടെ സം എന്നല്ലേ കൊടുത്തേക്കണം. അപ്പൊ സം ഈക്വൽ ടു, ഇനി നമുക്ക് സം ചെയ്യാം. സം ഈക്വൽ ടു a+b ഇങ്ങനെ കൊടുക്കാം. ഓപ്പറേഷൻ കൊടുത്തു. അടുത്ത പ്രിന്റ്എഫില് എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്ത സാധനം പ്രിന്റ് ചെയ്യണ്ടേ? സം ഈസ് %d /n എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ന്യൂ ലൈൻ പ്രിന്റ് ചെയ്ത് വരണം, അത്രേ ഉള്ളൂ. ന്യൂ ലൈൻ. ഈ സം ഈസ് സ്മോളസ്റ്റ് d എന്ന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സമ്മിന്റെ വാല്യൂ ഇപ്പൊ ഈ എയും ബിയും കൂടെ ആഡ് ചെയ്തിപ്പോ സമ്മിലേക്ക് പോയിട്ടുണ്ട് വാല്യൂ. അപ്പൊ ഈ സമ്മിന്റെ വാല്യൂ ഇവിടെ വരാൻ വേണ്ടി ഈ % ഇവിടെ വിളിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് വാല്യൂ കൊടുക്കണമെങ്കിലും ഇങ്ങോട്ട് വാല്യൂ എടുക്കണമെങ്കിലും അവിടെ ഒരു %d വരണം കേട്ടോ. ഓക്കെ. അപ്പൊ /n കൊടുത്ത് ഇവിടെ കണ്ടോ, കോമ ഇട്ടിട്ട് സമ്മിനെ വിളിക്കുന്നത്. ഇവിടെ സം കണ്ടോ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ അഡീഷന്റെ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി സബ്ട്രാക്ഷനെ നമ്മൾ എങ്ങനെ ചെയ്യും? അടുത്തതായിട്ട് സബ്ട്രാക്ഷൻ a - b അങ്ങനെ ഇട്ട് ചെയ്താൽ മതി. SUB = a - b ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. subtract is smallest d, new line subtract. യെസ്, ഇത്രേ ഉള്ളൂ. ഇനി ഡിവിഷൻ ആണെങ്കിൽ ഇതേ സെയിം കേസ് തന്നെ ഡിവിഷൻ കൊടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ സ്റ്റാർ കൊടുക്കാം, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ആ ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് അതിന്റെ വിളിക്കുക. ഓക്കെ. ഫസ്റ്റ് ഓപ്പറേഷൻ കൊടുക്കുക, അതിന്റെ സ്റ്റേറ്റ്മെന്റ് വിളിക്കുക. ഓപ്പറേഷൻ കൊടുക്കുക, സ്റ്റേറ്റ്മെന്റ് വിളിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ബിക്കോസ് അതിന്റെ അവസാനം നമ്മൾ ഇതെല്ലാം മോഡുലോ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. മോഡുലസ് കൊടുക്കാം, റിമൈൻഡർ എടുക്കാൻ 2 നമ്പറിനെ ചെയ്തിട്ട് റിമൈൻഡർ എടുക്കാൻ വേണമെങ്കിൽ കൊടുക്കാം. അതിൽ ലാസ്റ്റ് ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആ മെയിൻ ഫംഗ്ഷന്റെ ഒരു ബ്രാക്കറ്റ് ആദ്യം തുടങ്ങിയത്
മെയിൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇട്ടൊരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബ്രാക്കറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഓക്കെ. മനസ്സിലായോ? ആ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ റിട്ടേൺ 0 നമ്മൾ കൊടുക്കാറുണ്ട്. റിട്ടേൺ 0 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻഡിങ് തീർന്നു എന്നുള്ള ഒരു രീതിയിൽ 0 നമ്മൾ റിട്ടേൺ ചെയ്യും. റിട്ടേൺ 0. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഫസ്റ്റ് നമ്മളോട് പ്രിന്റ് ഫസ്റ്റ് നമ്പർ, ഇപ്പൊ ഞാനൊരു 10 കൊടുത്തു. പ്രിന്റ് സെക്കൻഡ് നമ്പർ ചോദിക്കും, 20 കൊടുത്തു. അപ്പൊ എനിക്ക് ഫസ്റ്റ് കേസിൽ സമ്മീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 30 വരും. സബ്ബീസ് അങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സബ്ബീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 10 വരും. അങ്ങനെ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതായിരിക്കും നമുക്ക് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? ഇതിൽ ഇത്രയേ ഉള്ളൂ അരിത്തമാറ്റിക് ഓപ്പറേഷൻ, ഒരു സിമ്പിൾ കേസ് അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വേറെ ഞാൻ തരാം. അതായത് ഇപ്പം നമ്മള് ഏരിയ ആൻഡ് പെരിമീറ്റർ നമ്മൾ എപ്പോഴും കോമൺ എക്സാമ്പിൾ ആയിട്ട് ചെയ്യുന്ന പ്രോഗ്രാം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് അല്ലെങ്കിൽ സി പ്രോഗ്രാം ടു ഫൈൻഡ് the area of a rectangle and triangle. ട്രയാങ്കിളിന്റെ ഏരിയയും റെക്ടാങ്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ. ഇപ്പം ഹെഡർ ഫയലും മെയിനും കൊടുക്കുന്നതിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഇല്ല. ഇനിയുള്ളത് നമുക്ക് ഈ റെക്ടാങ്കിളും ഉണ്ട്, ട്രയാങ്കിളും ഉണ്ട്. ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെ പെരിമീറ്റർ ഇങ്ങനെ എഴുതാം. ഒരെണ്ണം റെക്ടാങ്കിളിന്റെ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് എഴുതിക്കാം. പിന്നെ ഒരെണ്ണത്തിന്റെ ടി അതായിരിക്കും കുറച്ചുകൂടെ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ അത്രയും മതി. ട്രയാങ്കിളിൽ നമ്മൾ ഒരുമിച്ച് ഞാനൊരു വേറെ പ്രോഗ്രാം തരാം. ഓക്കെ, ഇതിപ്പോ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്ത പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണിത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹെഡർ ഫയൽ കൊടുത്തു, ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇനി നമ്മൾ മെയിൻ ഫംഗ്ഷൻ തൊട്ട് ഞാൻ എഴുതി തുടങ്ങാം. ഇന്റ് മെയിൻ എന്ന് കൊടുത്തു. ഇന്റ് മെയിൻ കണ്ടല്ലോ. ഇനി ഒരു റെക്ടാങ്കിൾ ആവുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വേണം? നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് ചെയ്താലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ലെങ്തും ബ്രെഡ്ത്തും കൊടുക്കണം, എല്ലും ബി അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഇൻഡിജർ ആയിട്ട് 2 വേരിയബിളിന് മെയിനകത്ത് ഡിക്ലെയർ ചെയ്തു. ഇന്റ് ഇതൊക്കെ കൊടുക്കണം. ലെങ്ത് എൽ എന്ന് കൊടുത്തു, ബ്രെഡ്ത്ത് ബി എന്നും കൊടുത്തു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, ഏരിയയും പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ കോമ ഏരിയ കോമ പെരിമീറ്റർ, പെരിന്ന് കൊടുത്തു. അത്രയും കൊടുത്തിട്ട് സെമി കോളൻ ഇട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. എൽ ബി എ ഏരിയ പെരിമീറ്റർ. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ printf enter the length of the rectangle. printf enter the length of the rectangle. printf enter the length എന്നിട്ടൊരു percentage d കൊടുത്തു. percentage d and breadth of the rectangle. breadth കഴിഞ്ഞിട്ട് ഒരു പെർസെന്റേജിനും കൂടെ കൊടുക്കണേ. ഇവിടെ ഒരു പെർസെന്റേജ് സ്പേസ് വേണ്ട. റെക്ടാങ്കിൾ അത് ഡബിൾ കോഡ്സ് കൊടുത്തിട്ട് കോമ എന്താ എൽ കോമ ബി, വാല്യൂ ഏതിലേക്കാണ് വേരിയബിൾ പോകേണ്ടത് എന്നുള്ളത് എൽ കോമ ബി കൊടുക്കും. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഇതിപ്പോ നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരും. എന്റെ ലെങ്ത് ഇത്ര, എന്റെ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് കൊടുക്കും. അപ്പൊ ഞാൻ 2 ലെങ്തും ബ്രെഡ്ത്തും അടിച്ചു കൊടുത്തു. ഇത്രയായി. ഇനി ലെങ്തും ബ്രെഡ്ത്തും കിട്ടിയാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നാ? നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ എൽ ഇൻറ്റു ബി, ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്, പെരിമീറ്റർ.
പെരിമീറ്ററിന്റെ ഫോർമുല എന്നാ 2 ഇൻറ്റു എൽ പ്ലസ് ബി. Length plus. 2 ആ. ഇൻറ്റു എൽ പ്ലസ് ബി. 2 ഇൻറ്റു എൽ പ്ലസ് ബി. ആ. ഇത്രയും ചെയ്താൽ മതി. 2 ഓപ്പറേഷൻസേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു പ്രിന്റ്എഫിൽ അതിനെ പ്രിന്റ് ചെയ്യിക്കണം അല്ലെ. അതുകൊണ്ട് പ്രിന്റ്എഫ് കൊടുത്ത് പ്രിന്റ്എഫിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഏരിയ ഈസ് പെർസെന്റേജ് ഡി ഓക്കെ. ഉണ്ടല്ലോ. എന്നിട്ട് കോമ, ഇതിലൊരു കാര്യം, ഏരിയയിലൊക്കെ വാല്യൂ ആണെങ്കിൽ ഏരിയ ഇങ്ങനെയും കൊടുക്കാം കേട്ടോ നമുക്ക്. കോമ ഏരിയ, ആ ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പെർസെന്റേജ് ഇന്ന് കളഞ്ഞേ പെർസെന്റേജ് ഡി. എന്നിട്ട് പെരിമീറ്റർ ഈസ് കൊടുത്തിട്ട് പെർസെന്റേജ് ഡി. മാഡം നമുക്കിപ്പോ 2 പ്രിന്റ് എഫിൽ ഇട്ടെല്ലാം ചെയ്യാമല്ലോ. മറ്റേ ഏരിയ നോ പ്രോബ്ലം. ഞാനിപ്പോ ഒറ്റയടിക്ക് കൊടുക്കുന്നു മാത്രം. ആ ഓക്കെ. ഏരിയ ഈസ് പറഞ്ഞ പെർസെന്റേജ് ഡി കൊടുത്തിട്ട് ഡോട്ട് കോമ ഏരിയ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ. എന്നിട്ട് സെമി കോർഡിനേറ്റ് ക്ലോസ് ചെയ്യാം. അടുത്ത പെരിമീറ്റർ ഒരു പ്രിന്റ് ഓഫ് ഓർഡർ കൊടുക്കുക. എന്നിട്ട് ഡബിൾ കോട്ട്സ് പെരിമീറ്റർ ഈസ് പറഞ്ഞ പെർസെന്റേജ് ഡി കൊടുക്കുക, ഡബിൾ കോട്ട്സ് കൊടുക്കുക, കോമ കൊടുക്കുക, എന്നിട്ട് പെരിമീറ്ററിനെ കോൾ ചെയ്യും. ഓക്കെ. ഓക്കെ, ഓക്കെ. അത്രേ ഉള്ളൂ. ആ. ഓക്കെ, എന്നിട്ട് കോമ ഇട്ടിട്ട് ഇതിപ്പോ ഞാൻ ഒറ്റയടിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ട് കോമ ഏരിയ കോമ പെരിമീറ്റർ ഓക്കെ. 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 എത്രയോ അപ്പൊ ഇതിൽ നമ്മൾ ഈ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാനത് പറയാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇപ്പൊ ചെയ്യിപ്പിച്ചത്. ഓപ്പറേറ്റേഴ്സ് ഇൻ സി എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് യൂണറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ അതാണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? പ്ലസ് ഓപ്പറേറ്ററും മൈനസ് ഓപ്പറേറ്റർ, അതൊക്കെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്ലസ് ഓപ്പറേറ്റർ, മൈനസ് ഓപ്പറേറ്റർ. ഇനി അതുപോലെ ബൈനറി ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. യൂണറി ബൈനറി നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഐ പ്ലസ് പ്ലസ് ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ, ഐ മൈനസ് മൈനസ് ഇങ്ങനെ ചെയ്യാറില്ലേ? ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് 1 എന്നർത്ഥം. ഈ പ്ലസ് ഡിനോട്ട് ചെയ്യുന്ന 1-നെയാണ്, ഈ ഐ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ വാല്യൂവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഐ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ മൈനസ് മൈനസ് പറഞ്ഞാൽ ഐ മൈനസ് 1 എന്നാണ്. കണ്ടില്ലേ? പിന്നെ ഇതെല്ലാം യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. യൂണറി ഒറ്റ ഓപ്പറേറ്റർ മാത്രമേ യൂണറി ഒരെണ്ണം ഉള്ളതാണ്. 1 എന്നുള്ള അറ്റ് ടൈമിൽ 1 ഓപ്പറേഷൻ യൂസ് ചെയ്യുന്ന സാധനത്തിനെയാണ് യൂണറി. ഇത് ഈ ഒരു സംഭവം, അതായത് ഐ പ്ലസ് 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 ഒരു യൂണറി ഓപ്പറേറ്ററാണ്. പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഒരു യൂണറി ഓപ്പറേറ്ററാണ്. ഇത് രണ്ടുമാണ് സി പ്രോഗ്രാമിംഗിൽ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. യൂണറി പ്ലസും മൈനസും ഉള്ളൂ കേട്ടോ. കാരണം ഇത് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതിൽ ഒരു പ്ലസ്സേ ആക്ടിവേറ്റ് ആവത്തുള്ളൂ, മറ്റേ പ്ലസിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് യൂണറി 1 എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്താൽ ഐ പ്ലസ് 1 എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഐക്ക് ഐ പ്ലസ് പ്ലസ് പറഞ്ഞ ഈ പ്ലസിന് 1 എന്ന് പറയുന്ന വാല്യൂ, ഈ ഐക്ക് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല, ഇതിനകത്ത് ഈ ഓപ്പറേറ്റർ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒറ്റ ഓപ്പറേറ്റർ മാത്രം ഉള്ളതുകൊണ്ട് അതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കും. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? പ്ലസ്, മൈനസ്, സ്റ്റാർ അല്ലെ, മോഡുലോ, അതുപോലെ ഹാഷ്, ബാക്ക്സ്ലാഷ്, ഇതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പം അത് കണ്ടില്ലേ? പിന്നെ ഉള്ളത് നമ്മുടെ മറ്റേ റാഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. റാഷണൽ ഓപ്പറേറ്റർ. റാഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലെസ് ദാന്, ഗ്രേറ്റർ ദാന്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, പിന്നെ നോട്ട് ഈക്വൽ ടു, ഇതൊക്കെയാണ് റാഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനം തരാം ഞാൻ. ഇനി അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കലിൽ നമ്മൾ ചെയ്യുന്നത് 2-3 ഉള്ളൂ നമുക്ക്. ഒന്ന് ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ ഇത് ഓർ ആണ് കേട്ടോ. ഇത് ഓർ ഓപ്പറേറ്റർ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്. ആൻഡിന് നമ്മൾ ആംബർസാൻഡ് 2 ആംബർസാൻഡ് കൊടുക്കുന്നതാണ് ആൻഡ്.
മാഡം രണ്ട് സ്ലാഷ് കൊടുക്കുന്ന ഓറാണോ? അല്ല സ്ലാഷ് അല്ലത് സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ സിസ്റ്റത്തെ ആ കിടപ്പില്ല. മനസ്സിലായി മനസ്സിലായി ആ മനസ്സിലായി. അതാണ് ഓർ. അതാണ് ഓർ ഓപ്പറേറ്റർ. രണ്ട് ഓക്കെ. രണ്ട് ലൈൻ കൊടുക്കണം, 4 ലൈൻസ് ആ കൊടുക്കണം. ആ അതാണ് ഓർ ഓപ്പറേറ്റർ. പിന്നെ ഓക്കെ. ആൻഡ് ഓപ്പറേറ്റർ ഇത് കേട്ടോ, ആ ആൻഡ് ആ ഓപ്പറേറ്റർ. രണ്ട് ആൻഡ് കൊടുത്താൽ ഇത് ആൻഡ് ആണ്. ആ ഇതിനെ ഓക്കെ. നമ്മൾ നോട്ട് എന്ന് പറയും, നോട്ട് ഓപ്പറേറ്റർ ആണ്. ഇപ്പം ആ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് നമ്മൾ കൊടുക്കാറില്ലേ, ഇതൊക്കെ കമ്പാരിസൺ ആണ്. ആ ഐ നോട്ട് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട്, അതിലാണ് നോട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നതാണ് നോട്ട് ഓപ്പറേറ്റർ. ഓക്കെ. ക്ലിയർ ആയല്ലോ? ആ ക്ലിയർ. ഇത് ഇനി നെക്സ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇതില് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, പിന്നെ മൈനസ് ഈക്വൽ ടു, മോഡുലോ ഈക്വൽ ടു, പിന്നെ സ്ലാഷ് ഈക്വൽ ടു, പിന്നെയുള്ള സ്റ്റാർ ഈക്വൽ ടു, ഇങ്ങനെയൊക്കെ കണ്ടോ. ഇതെല്ലാം അസൈൻമെന്റ് ഓപ്പറേറ്റർ കണ്ടല്ലോ. ആ ഓക്കെ. അപ്പൊ പിന്നെ ഉള്ളത് ഇത്രയൊക്കെ എന്നാന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ് കേട്ടോ. കോമൺലി ആ ഇതിനെ നമ്മൾ ബൈനറി ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഓക്കെ. ബൈനറി ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഓപ്പറേറ്റേഴ്സ് ആണ് ഇതെല്ലാം. ഇപ്പൊ പറഞ്ഞ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റാഷണൽ ഓപ്പറേറ്റേഴ്സ്, ബൈനറി, ലോജിക്കൽ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതെല്ലാം നമ്മൾ ഏതെന്ന് വിളിക്കും? ബൈനറി ബൈനറി. ഓപ്പറേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഇനി ഓക്കെ. ഇതിനകത്ത് തന്നെ നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കൊടുക്കുന്ന കണ്ടീഷനാണ്. പിന്നെ രണ്ട് കുത്തിട്ടിട്ട് ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സീൽ. അതിനെ ആ രണ്ടിനെയും കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ. ഇത്രയാണ് ഓക്കെ. ഇതിനകത്ത് ഉള്ള വാല്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും ഇതിനകത്ത് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഓക്കെ. അതെല്ലാം മനസ്സിലായി. ഓക്കെ. ഇവിടെ നോക്കിയോ, നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, ഈ ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള സാധനം ഇപ്പൊ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇല്ലേ, അത് വെച്ചിട്ടുള്ളത് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ആ ഇനി ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ അതിൽ ഞാൻ അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇന്റ് മെയിൻ നമ്മൾ കൊടുത്തു. ആ എന്നിട്ട് ഞാനിപ്പോ ഇതിപ്പോ സിമ്പിൾ വേയിൽ ഞാൻ കൊടുക്കുന്നതെന്ന് മാത്രം. ഇന്റ് ഒരു വാല്യൂ ഞാൻ കൊടുത്തു, a = 10 ആണ്. b = ഞാൻ 100 എന്നും കൊടുത്തു, ഒരു വാല്യൂ ആയിട്ട്. ഓക്കെ. ഇനി മേഡം ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇൻപുട്ട് കൊടുത്തിട്ട് രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. സി = ഇതിപ്പോ ഞാൻ എഴുതി കാണിക്കുമ്പോൾ ഇനി ആ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് എളുപ്പത്തിന് കാണിച്ചു എന്നുള്ളൂ. നമ്മളെപ്പോഴും യൂസർ ഇൻപുട്ട് കൊടുത്തിട്ട് പ്രോഗ്രാം എപ്പോഴും ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പം ജസ്റ്റ് ഇനി യൂസർ ഇൻപുട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോഴത്തേക്കും കുറെ ടൈം എടുക്കും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ സിസ്റ്റത്തെ ചെയ്യുമ്പോൾ എപ്പോഴും യൂസർ ഇൻപുട്ടിലേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് എടുക്കുന്നത് ഞാനിപ്പോ ഒരു സിമ്പിൾ ഓപ്പറേഷൻ കൊടുക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെ കൊടുത്തു, printf ++a =%d ഇങ്ങനെ കൊടുത്തേക്ക് വന്നു. ++a =%d. എന്നിട്ട് ഞാൻ ++a എന്ന് ഞാൻ ഇങ്ങനെ കൊടുത്തു. കണ്ടോ, സിമ്പിൾ ആയിട്ട് സാധനം കൊടുത്തു. അപ്പൊ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ++a എന്ന് പറഞ്ഞാൽ എന്താ? a എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇപ്പൊ 10 + 1 ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ 11 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്ന എന്തായിരിക്കും? 11 എന്നായിരിക്കും ഇതിന്റെ ഔട്ട്. ഇങ്ങനെ കിട്ടും നമുക്ക് a ++a = 11 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന് പകരം ഞാൻ printf കൊടുത്തു. printf അതുപോലെ തന്നെ കൊടുത്തു. എന്നിട്ട് ഡബിൾ കോട്ട്സ് -a എന്ന് കൊടുത്തു.
മൈനസ് മൈനസ് ബി കൊടുത്തോ, അപ്പൊ വേറൊരു വാല്യൂ വരും. മൈനസ് മൈനസ് ബി ഈക്വൽ ടു പെർസെന്റേജ് ഡി എന്ന് മൈനസ് മൈനസ് ബി എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് എന്നായിരിക്കും വാല്യൂ കിട്ടുന്നത്? 99. 99 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഓക്കെ. ഇതാണ് സംഭവം. ഇതുപോലെ പ്ലസ് പ്ലസ് സിയും മൈനസ് മൈനസ് ഡിയും ഒക്കെ കൊടുക്കാം. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞില്ലേ? ഇൻവെന്റോ? അസൈൻമെന്റ്. അതെങ്ങനെയാ കൊടുക്കുന്നത് വെച്ചാൽ, ഞാനിപ്പം സിക്ക് ഇതിനകത്ത് എല്ലാത്തിനും വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്, ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു സി ഈക്വൽ ടു എ എന്ന് കൊടുക്കുക. സി ഈക്വൽ ടു എ ആയിട്ട് ഞാൻ അസൈൻ ചെയ്തു. എന്ന് വെച്ചാൽ എയിലെ വാല്യൂ ഞാൻ സിയിലേക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്, സി പ്ലസ് ഈക്വൽ ടു എ. എങ്ങനെയാ കൊടുക്കുന്നത്? സി പ്ലസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തു. സി പ്ലസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? സി പ്ലസ് ഈക്വൽ ടു എ. ഇതിന്റെ മീനിങ് എന്താ? സി ഈക്വൽ ടു സി പ്ലസ് എ എന്നാണ് ഇതിന്റെ മീനിങ്. മനസ്സിലായോ? ഇപ്പൊ എയിലെ വാല്യൂ ഇപ്പൊ സിക്ക് കൊടുത്തേക്കണേ. എയിലെ വാല്യൂ ഇപ്പൊ ഏതാ കിടക്കുന്നത്? എക്ക് ഇപ്പൊ ഏതാ വാല്യൂ കിടക്കുന്നത്? 10. സിയില് ഇപ്പൊ 10 ആണ് കിടക്കുന്നത്. അപ്പൊ 10 പ്ലസ് 10 വരും. മനസ്സിലായോ? അപ്പൊ 20 ആയിരിക്കും ആൻസർ. എന്നുവെച്ചാൽ സി ഇപ്പൊ 20 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇത്രേ ഉള്ളൂ. അതാണ് സി പ്ലസ് ഈക്വൽ ടു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസൈൻമെന്റ്. അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? ഒരു വാല്യൂ വേറൊരു വേരിയബിളിലേക്ക് അല്ലെ വാല്യൂസിലേക്ക് അസൈൻ ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ക്ലിയർ ആയല്ലേ? അസൈൻമെന്റ് ഓപ്പറേറ്റർ കേട്ടോ. അപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മള് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല 5 > 3 ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യത്തില്ലേ? അതാണ് അതിന്റെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എ ഈക്വൽ ടു ബി ആണോ എ ഈക്വൽ ടു സി ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് ഇങ്ങനെ കൊടുക്കാം, എന്താ പറയാ, പ്രിന്റ് ചെയ്ത് വരുമ്പോ നമുക്ക് 5 ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്. ഇത് പ്രോഗ്രാം അല്ല കേട്ടോ. ഇങ്ങനെ പ്രോഗ്രാം മെയിനകത്ത് ഇങ്ങനെ കൊടുക്കുക. എ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു, ബി ഈക്വൽ ടു 5 എന്ന് ഞാൻ കൊടുത്തേക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്, പ്രിന്റ് എഫില് പെർസെന്റേജ് ഡി ഈക്വൽ ടു പെർസെന്റേജ് ഡി ആണ്. ഈസ് പെർസെന്റേജ് ഡി എന്ന് കൊടുക്കും. ഞാനിത് ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ പെർസെന്റേജ് ഡി ഈക്വൽ ടു പെർസെന്റേജ് ഡി ആണെന്ന് നോക്കി. ഈസ് പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുമ്പോ ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന എ കോമ ബി കോമ എ ഈക്വൽ ടു ബി ആണോ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വരും, 5 ഈക്വൽ ടു 5 ആണെന്ന് നോക്കും. ആണെങ്കിൽ ഈസ് 5 എന്ന് പ്രിന്റ് ചെയ്ത് വരും. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ 5 ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ഈസ് 5 അല്ലെ. പക്ഷെ ഈസ് 5 എന്ന് പറയുന്നതിനകത്ത് ഈ 5 ഇവിടെ വരത്തില്ല. ഇത് ട്രൂ ആണോ അല്ലെ ഫോൾസ് ആണോ എന്ന് വരത്തുള്ളൂ. 5 ഈക്വൽ ടു 5 ആണെങ്കിൽ അവിടെ നമുക്ക് 1 എന്ന് പ്രിന്റ് ആവും. 1 എന്ന് പറഞ്ഞാൽ ട്രൂ എന്നർത്ഥം. അല്ലെങ്കിൽ അവിടെ 0 പ്രിന്റ് ആവും. ഇപ്പൊ എനിക്ക് ഇവിടെ ഞാൻ രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് എനിക്ക് അവിടെ ട്രൂ എന്ന് കിട്ടും. അതായത് 1 എന്നായിരിക്കും പ്രിന്റ് ചെയ്തത്. ഇനി 5 ഈക്വൽ ടു 10 ആയിരുന്നെങ്കിലോ അവിടെ എനിക്ക് ഫോൾസ് നമ്പർ 0 എന്ന് കിട്ടിയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായല്ലോ? ഇനി ആൻഡ് ഓപ്പറേറ്റർ ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇന്റ് എനിക്കിപ്പോ ഇതിന്റെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റ് ഇങ്ങനെ കൊടുക്കുക. ഇന്റ് എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 5.
പിന്നെ ഉം. സി ഈക്വൽ ടു 10 ആണോ ഞാനിങ്ങനെ ചെക്ക് ചെയ്യാണ്. എ ഈക്വൽ ടു 5 ആണ്, ബി ഈക്വൽ ടു Basically, 5 ആണ്. കഴിയുന്നു. എ വാല്യൂ തന്നെ. ഇനി ഒരു വാല്യൂ കൂടെ ഇവിടെ ഞാൻ കൊടുക്കുന്നു, സി ഈക്വൽ ടു 10. ആ ഇങ്ങനെ കൊടുക്കും. ആ എന്നിട്ട് റിസൾട്ട് വേണമെങ്കിൽ റിസൾട്ട് വിടും, അത് കുഴപ്പമില്ല, അതൊന്നും വിടും. കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് എന്ന് കൊടുക്കുവാണേ, റിസൾട്ട്. ആ ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുക, റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് ആ ഈക്വൽ ടു എ ഈക്വൽ ടു ബി ആണോ ആൻഡ് ആ സി ഗ്രേറ്റർ ദാൻ ബി ആണോ? കണ്ടോ, ഇങ്ങനെ ചെക്കിംഗ് ആ കണ്ടീഷൻ കൊടുക്കുക. ആ എന്നുവെച്ചാൽ ഇവിടെ എന്താ, എ ഈക്വൽ ടു ബി ആണോ എന്ന് നോക്കും, ആൻഡ് ഒരു ആ കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യുക, സി ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന്. രണ്ട് കണ്ടീഷൻ ആ അവിടെ കൊടുക്കണം. ആ ആണെങ്കിൽ എനിക്ക് റിസൾട്ട് എന്താണെന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ പ്രിന്റ് എഫിൽ ഞാൻ റിസൾട്ട് ഈസ് ഉം. റിസൾട്ട് ഈസ് പെർസെന്റേജ് ഡി കൊടുത്തു. Result. എന്നിട്ട് ഞാനിവിടെ റിസൾട്ടിനെ കോൾ ചെയ്യും. ആ അവിടെ. ആ കണ്ടല്ലോ, ആ ഇവിടെയും നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, 1 അല്ലെങ്കിൽ 0 ഇതായിരിക്കും ആൻസർ. മാഡം, ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ട്രൂ. ആ പിന്നെ ആൻഡ് സി ഗ്രേറ്റർ അത് ബി അത് ഫോൾസ് അല്ലേ? അപ്പൊ ട്രൂ ആൻഡ് ഫോൾസ് എന്നല്ലേ വരുന്നത്? ആ ഇവിടെ റിസൾട്ടിലേക്ക് നമുക്ക് എന്താ രണ്ട് കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നു. ആ ആ ഇത് രണ്ടും കണ്ടീഷനും ആൻഡ് അല്ലേ കൊടുത്തിരിക്കുന്നത്. ആ അപ്പൊ ട്രൂ ആൻഡ് ഫോൾസ് അല്ലേ? ട്രൂ ആൻഡ് ഫോൾസ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ആ ആൻഡ് അല്ലേ, ആൻഡ് അപ്പൊ ആയതുകൊണ്ട്. ഇവിടെ ഓർ അല്ലല്ലോ, ഫോൾസ് അല്ലേ വന്നേക്കും? ഓറോ ടീച്ചർ അവിടെ റൈറ്റ് സൈഡിൽ ട്രൂ ഓർ ഫോൾസ് എഴുതിയേക്കും. അത് ട്രൂ ആകാം അല്ലെങ്കിൽ ഫോൾസ് ആവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഓക്കെ. ഇത് ഇതിന്റെ കണ്ടീഷൻ അല്ലാട്ടോ പറഞ്ഞേക്കുന്നത്. ആ ആ ആ ഇത് ഓക്കെ ട്രൂ ആണ്, ഇത് ആ ഫോൾസ് അല്ലേ. സി ആ ഗ്രേറ്റർ അപ്പൊ ഗ്രേറ്റർ ഫോൾസ്. ഇതും ട്രൂ അല്ലേ ശരിക്കും? അല്ല, എങ്ങനെയാ? ട്രൂ 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 ട്രൂ. ആ ഇത് രണ്ട് ട്രൂ കണ്ടീഷനാ, അപ്പൊ അപ്പൊ ട്രൂ. റിസൾട്ട് ട്രൂ ആയിരിക്കും. ആ ആ ട്രൂ ആണെങ്കിൽ 1 വരും. ട്രൂ ആണ് 1 ആയിരിക്കും. ആ ഓക്കെ. ആൻഡ് എടുക്കുമ്പം ഇപ്പൊ ഒരു കണ്ടീഷൻ ആൻഡിൽ തെറ്റായാൽ അത് ഫോൾസ് ആയിട്ടേ വരത്തുള്ളൂ. ആ ഓക്കെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുക, സി ലെസ് ദാൻ ബി ആണോ ഇങ്ങനെ, ആ അപ്പൊ ഫോൾസ് വരും, ട്രൂ ആൻഡ് ഫോൾസ് വരും. അപ്പൊ ഫോൾസ് ആയിരിക്കും. ആ ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഇനി ഇതിനകത്ത് തന്നെ ഓർ കൊടുക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂ ആയാൽ ഇത് വരും. ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ സാധനം. ഓക്കെ. ക്ലിയർ ആയല്ലോ? ആ അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്. ആ ഓക്കെ, അപ്പൊ ഇത്രയും കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആ ഓക്കെ. അപ്പൊ മടി കൂടാതെ ക്ലാസ്സിൽ കയറുക കേട്ടോ. ആ മടിയില്ല. ഓക്കെ യെസ്, ആ ശരി എന്നാ. ആ